ശ്രീ രാജു പി നായർ, ഒരു വലിയ ട്രെൻഡിന്റെ സ്വഭാവമുണ്ട്. 100+ എന്നതാണ് പ്രതിപക്ഷ ഉൾപ്പെടെ നേരത്തെ അവകാശപ്പെട്ടത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അങ്ങനെ പ്രതീക്ഷിതമാണ്. ഇപ്പോൾ സർവേയിൽ പക്ഷേ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്ന പ്രഡിക്ഷൻ എല്ലാ സർവേയിലും ഒരുപോലെ വരികയാണ്. എത്ര വരെ എത്തി നിൽക്കും ഈ സർവേ? അങ്ങ് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? ഇപ്പോൾ വിജയം പ്രവചിച്ചുകൊണ്ട് മാത്രം സർവേ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അങ്ങയുടെ പ്രതികരണം എന്താണ്? അല്ല, എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എക്സിറ്റ് പോളുകൾ അങ്ങനെ മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ജയിക്കുമ്പോൾ അത് മുഖവിലക്കെടുക്കുകയും തോൽക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിധിയെഴുത്താണ് ആത്യന്തികമായി പാർട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സർവേകൾ പുറത്തു വരുമ്പോൾ ഒരു സൂചന അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ സൂചന അതിനകത്തുണ്ട്. പക്ഷെ ആ പോളുകൾക്ക് മുഴുവൻ ഇതിനകത്ത് മുഴുവനായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഡൈനാമിക്സിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള വലിയൊരു സംശയം എനിക്കുണ്ട്. കാരണം ഈ സർവേകൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം 2026 തെരഞ്ഞെടുപ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും CPM-ന്റെ ഏറ്റവും കോർ വോട്ടുകളിൽ പോലും CPM-ന്റെ ഏറ്റവും ഇടതുപക്ഷം ആയിട്ട് നിൽക്കുന്ന മനസ്സുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് വലിയ രീതിയിൽ വോട്ട് ചോർച്ച അത് UDF-ലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പോളുകൾക്കൊന്നും ആ ഒരു ഘടകത്തിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മാത്രമല്ല, അവർ അഭിപ്രായ സർവേ എടുക്കുമ്പോൾ CPM-ന്റെ പാർട്ടി മെമ്പർക്ക് ഞാൻ പാർട്ടിക്കല്ല വോട്ട് ചെയ്തത് എന്ന് പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം CPM-ന്റെ പാർട്ടി മെമ്പർമാർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അത് വലിയൊരു നമ്പറല്ല എങ്കിലും അതൊരു സാമാന്യം നല്ല നമ്പറാണ്. തൊഴിലാളികളായ ആളുകൾ, സാധാരണ മനുഷ്യർ, ഈ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ഇടത്തൊക്കെ വലിയ വോട്ട് ചോർച്ച ഉണ്ടായെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ സർവേയിൽ പറയുന്നത്. UDF-ന് അനുകൂലമായി എന്നതാണ്. അപ്പോൾ ആ ഒഴുക്ക് അതിന് കുറെ കൂടി കരുത്തുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ചോദിച്ചാൽ, സീറ്റ് എടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ തളിപ്പറമ്പിൽ UDF ജയിക്കുമോ? ഇപ്പോൾ ആന്റി CPM വോട്ട്, അത് പുറമേക്ക് പറയാത്ത വോട്ടും ചെയ്യപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും തളിപ്പറമ്പ് മാത്രമല്ല, അമ്പലപ്പുഴ ഉൾപ്പെടെ പയ്യന്നൂർ ഉൾപ്പെടെ എല്ലാം UDF വിജയിക്കുന്ന സാഹചര്യമുണ്ടോ? ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPM-ന് ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് അവരുടെ ഏറ്റവും വലിയ കോർ വോട്ടുകളുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന കണ്ണൂർ ഉൾപ്പെടെ ആയിരിക്കും. കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലാണ് അവർക്ക് ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത്. മറ്റ് സ്ഥലത്തൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ട് വലിയ രീതിയിൽ വരുമെങ്കിൽ പോലും അവരുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 100 സീറ്റിലേക്കുള്ള എത്തും എന്നാണ്. അതിനകത്ത് കണ്ടമാനം ഡൈനാമിക്സ് ഉണ്ട്. ആ ഡൈനാമിക്സ് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർ, ചെറുപ്പക്കാരായിട്ടുള്ളവർ, സ്ത്രീകൾ, ഞങ്ങളുടെ ഗ്യാരണ്ടികൾ, KSRTC ബസ്സിലെ യാത്ര, 1000 രൂപ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കൂടി ശക്തമായ രീതിയിൽ തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കഴിയും. ഒരു എക്സിറ്റ് പോൾ ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു ആധികാരികമായ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. അതിൽ പക്ഷേ ചില സൂചനകൾ ഈ എക്സിറ്റ് പോളിലുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം, അതുപോലെ തന്നെ മറ്റ് അതിഥികളിലേക്ക് വരാം.